ആലപ്പുഴ തുറവൂരുള്ളൊരു വീട് കണ്ടോ, 10 ലക്ഷം രൂപയ്ക്ക് പണിതിട്ടുള്ള 800 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇത് നമ്മുടെ ബ്രൂട്ടോ ചേട്ടൻ്റെ പ്ലൂട്ടോ വീടാണ്. ചെറിയ വീടാണ് അല്ലേ? ചെറിയ വീട്. 10 ലക്ഷം രൂപയ്ക്ക് ഇതെങ്ങനെ തീർത്തു? 10 ലക്ഷം രൂപ നമുക്ക് തീർക്കാം ഒരു വീട്. നമ്മൾ മനസ്സിൽ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ തീർക്കാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റിൽ നമുക്ക് പരിപാടി തീർക്കാം. അതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബഡ്ജറ്റിൽ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ഞാൻ അവിടെ പെടുത്തിയിട്ടുണ്ട്. അത് ആ റേറ്റിൽ നമുക്ക് തീർക്കാനും പറ്റും. 3 ബെഡ്റൂം ഉണ്ട് ഈ വീടിന്. 2 ബെഡ്റൂം മുകളിലാണ്, 1 ബെഡ്റൂം താഴെയാണല്ലേ? 3 ബെഡ്റൂം ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ചില കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റും. എന്ത് രസമുള്ള വീടാന്ന് നോക്കിയാൽ, നല്ല ഗ്രീൻ ടോണിലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഒരു എ ഫ്രെയിം ആയിട്ട് പണിതിട്ടുള്ള വീടായിരുന്നു. എ ഫ്രെയിം ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എ ഫ്രെയിമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ എ ഫ്രെയിം മാറ്റി അതൊരു സൈഡിലേക്ക് ഒരു ബെഡ്റൂം മാത്രം നമ്മൾ ഭിത്തി കെട്ടി തിരിച്ച്, ബാക്കി എ ഫ്രെയിം വിട്ടിട്ടില്ല. ഒരു സൈഡ് എ തന്നെയാണ്. ഉള്ളോട്ട് കയറിയിട്ട് മൊത്തം ഒരു ഓപ്പൺ ഫീലാണ്. കിച്ചൺ അങ്ങേ മൂലയ്ക്ക് ഒന്നിനും പിശിക്കിട്ടൊന്നുമില്ല. സ്ഥലമൊക്കെ ഒന്നും പിശിക്കിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ഗാർഡൻ പൂളിന് ഹോളിന് ഹോള് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒപ്പം ഈ ലാൻഡ്സ്കേപ്പ് നോക്കട്ടെ, ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെ നോക്കുക, പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റോൺ നടപ്പാതയിൽ വെച്ചിട്ടുണ്ട്. പെബിൾസ് ഉണ്ട്. ഒരു തെങ്ങിന്റെ ചൂടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ക്യൂട്ട് സ്പേസ് ആണ്. എല്ലാം നമ്മൾ ഉള്ള സ്ഥലങ്ങളല്ല, കുറച്ച് ഏരിയ ഉള്ള കുറച്ച് ഏരിയ മനോഹരമാക്കാൻ. അത് മാത്രമല്ല, ഇവിടെ ഒരു പൂള് വരെ പണിതിട്ടുണ്ട്. ആ പൂളിന്റെ പണി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ച കയറി കൂടിയ വീടാണ് കേട്ടോ. മുകളിലൊരു ബാൽക്കണിയൊക്കെ ആയിട്ട് ഒരു സുന്ദരം വീടാണ്. അത് മാത്രമല്ല, ഈ വീടിനെ പുറത്ത് കാണാനുള്ളത് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ വരാന്ത എന്ന് പറഞ്ഞ സ്ഥലമില്ല, ഇതൊരു ഗ്ലാസ് ഇട്ടിട്ട് ഒരു കുളമാണല്ലേ? വരാന്തല്ല, അത് കുളമാണ്. വരാന്തല്ല, അത് കുളമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം നിറച്ചിട്ടുണ്ട്. മീനുകൾ ഓടുന്നത് കാണാൻ പറ്റും. മീനിനെ തീറ്റ കൊടുക്കാൻ അവിടെ ഒരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാടി ഓടിയാൽ പൊട്ടൊന്നുമില്ല. സെറ്റ് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണോ അല്ലേ? ഇതെല്ലാം നമ്മൾ തന്നെ. ഇരുമ്പാണ് ഫുള്ള്. സോഫ നമ്മൾ രണ്ടാമത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. വലിയ സോഫയാ. സിറ്റിംഗ് ഏരിയ കഴിഞ്ഞിട്ടില്ല. റൈറ്റ് സൈഡിലായിട്ടും ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഈ ബേ വിൻഡോയ്ക്ക് പകരം സിറ്റിംഗ് ഏരിയ. ഇത് ബേ വിൻഡോ ആക്കാം അല്ലേ? ഇപ്പോൾ ഇത് ഒരു പാർട്ടീഷൻ പോലെ ഒരു റാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഒരു പർപ്പസ് ഇതിന്റെ സീലിംഗിൽ ഈ തട്ട് നമ്മളൊന്ന് സ്ട്രോങ് ആക്കിയതാ. ഇടയ്ക്ക് വെച്ചൊരു ബീം പോലെ ചെയ്തിട്ട്, ഇത്ര ലെങ്ത് അല്ലേ, 10 അടിക്ക് മേളിൽ വന്നല്ലോ, 10 അടിക്ക് അത് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ബീം പോലെ കൊടുത്തെടുത്താ. മുകളില് സിമെന്റ് ബോർഡാണ്. വിത്ത് GI ട്യൂബ്. അത് 2x2 നമ്മൾ ചെയ്ത് 4x2 2x2 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഭാവിയിൽ ഈ വീട് റീസ്ട്രക്ചർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല. അത് തന്നെ നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. ഈ വീട് നമുക്ക് തൂക്കി വിൽക്കുകയും ചെയ്യാം. അതെ ഇതിനേക്കാൾ വിലയും കിട്ടും. തൊട്ടപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 3 പേർക്കൊക്കെ ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. 4-5 പേർക്ക് ഇരിക്കാം. നമ്മള് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകാൻ ഇങ്ങനത്തെ വീടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് തയ്യാറാണ്. അവിടെയാണ് നമുക്ക് ഒരു ഹാൻഡ് വാഷ് ഏരിയ വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയ പാനിലേക്ക് കൊടുത്തിട്ടുണ്ട്.